BBA ഏവിയേഷൻ ആൻഡ് ലോജിസ്റ്റിക്സ് ഈ കോഴ്സിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ കോഴ്സിനെ കുറിച്ച് കൂടുതൽ അറിയാൻ ആഗ്രഹിക്കുന്നവർ ഈ വീഡിയോ മുഴുവനായിട്ടും കാണാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതോടൊപ്പം നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. BBA ഏവിയേഷൻ ആൻഡ് ലോജിസ്റ്റിക് കോഴ്സ് എന്താണെന്ന് നോക്കുകയാണെങ്കിൽ ഇതൊരു ഡിഗ്രി പ്രോഗ്രാമാണ്. അതായത് 3 വർഷം വരുന്ന ഡിഗ്രി പ്രോഗ്രാം. നമ്മുടെ നോർമലായിട്ടുള്ള BBA ഉണ്ടല്ലോ, ബാച്ചുലർ ഓഫ് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന BBA, ആ BBAയുടെ കൂടെ വരുന്ന 2 ആഡ് ഓൺ കോഴ്സുകളാണ് ഏവിയേഷൻ ആൻഡ് ലോജിസ്റ്റിക്സ് ഒക്കെ. പിന്നെ ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മളിപ്പോൾ പ്രൊഫഷണൽ ഡിഗ്രി പഠിച്ചു കഴിഞ്ഞാൽ അതായത് ഒരു നോർമൽ BBA പഠിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു ജോബ് പെട്ടെന്ന് കിട്ടണമെന്ന് നിർബന്ധമൊന്നുമില്ല. ചിലപ്പോൾ കിട്ടാം, കിട്ടാതിരിക്കാം. പക്ഷേ ഇത്തരത്തിലുള്ള ഈ ആഡ് ഓൺ കോഴ്സുകൾ ചെയ്യുകയാണെങ്കിൽ ജോബ് കിട്ടാനുള്ള, അതായത് ഒരു ജോബ് ഓറിയൻറ്റഡ് ആഡ് ഓൺ കോഴ്സുകൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ജോബുകൾ കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ടൊക്കെ തന്നെ ഈ അടുത്ത കാലത്തായിട്ടുള്ള ഇത്തരത്തിലുള്ള ആഡ് ഓൺ കോഴ്സുകൾക്ക് ഒരുപാട് ഡിമാൻഡുകൾ വരുന്നുണ്ട്. അത്തരത്തിൽ ഇപ്പോൾ ഏറ്റവും അധികം ഡിമാൻഡ് നിൽക്കുന്ന ഒന്നാണ് BBA ഏവിയേഷൻ ആൻഡ് ലോജിസ്റ്റിക്സ് കോഴ്സ് എന്ന് പറയുന്നത്. ഇത്തരത്തിലുള്ള ഒരു കോഴ്സ് ചെയ്യാനുള്ള എലിജിബിലിറ്റി എന്ന് പറയുന്നത്, നിങ്ങൾ +2 50% മേളിൽ മാർക്കോട് കൂടി നിങ്ങൾ കൊമേഴ്സോ ഹ്യൂമാനിറ്റീസോ സയൻസോ ഏത് സബ്ജക്റ്റ് എടുത്ത ഒരാൾക്കും ഈ ഒരു കോഴ്സ് ചെയ്യാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ ചില ആളുകൾ ചോദിക്കാറുള്ളൊരു കാര്യമാണ്, ഇത് ടഫാണോ അതല്ലെങ്കിൽ ഇത് പഠിക്കാൻ ഭയങ്കര പാടാണോ എന്നൊക്കെ. ഇത് പഠിക്കാൻ വലിയ ടഫാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല എന്ന് പറയാം. കാരണം വലിയൊരു കാൽക്കുലേഷനോ കാര്യങ്ങളോ വരുന്നില്ല. എന്നാൽ അക്കൗണ്ടിങ്ങും കാര്യങ്ങളെല്ലാം ഇതിനകത്ത് വരുന്നുമുണ്ട്. നമുക്ക് വലിയൊരു ഇക്വേഷൻസിൻ്റെ പോലത്തെ കാര്യങ്ങളൊന്നും ഇതിനകത്ത് വരുന്നില്ല. മാത്രമല്ല, ഇത് നിങ്ങൾക്കിപ്പോൾ 2 ഓപ്പണിങ്സ് തുറന്നു തരുവാണ്. നോർമൽ കേസിൽ ഇപ്പോൾ BBAയുടെ ഒക്കെ ആണെങ്കിൽ 1 ആഡ് ഔട്ട് കോഴ്സാണ് നോർമൽ കേസിൽ വരുന്നത്. അതായത് BBA ഏവിയേഷൻ, അതല്ലെങ്കിൽ BBA ലോജിസ്റ്റിക്സ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് വരാറുള്ളത്. പക്ഷേ ഇത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഏവിയേഷൻ സെക്ടറിലെ നോൺ ടെക്നിക്കലായിട്ടുള്ള ഏവിയേഷൻ സെക്ടറിലേക്ക് പോകാൻ പറ്റും. അതല്ലെങ്കിൽ നിങ്ങൾക്ക് അതിൽ ജോലികൾ കിട്ടിയില്ലെങ്കിൽ, അതിന് ജോലി കിട്ടണമെങ്കിൽ വേറെയും കുറച്ച് സ്കിൽസ് ആവശ്യമാണ്. അതിനെക്കുറിച്ചൊക്കെ വീഡിയോസ് ചെയ്തിട്ടുണ്ട്, അതൊന്ന് കണ്ടു നോക്കി അത് മനസ്സിലാകാൻ പറ്റും. അപ്പോൾ അതിൽ ജോലി കിട്ടിയില്ലെങ്കിൽ നിങ്ങൾക്ക് അടുത്ത ഒരു ഓപ്ഷനായിട്ട് ഈ ലോജിസ്റ്റിക്സ് മേഖലയിലേക്ക് പോകാൻ പറ്റും. അവിടെ എന്തായാലും ജോലി കിട്ടും, കാരണം അത്രയ്ക്ക് ഓപ്പണിംഗ് ഉണ്ട്. പിന്നെ വലിയ സ്കില്ലുകളുടെ ആവശ്യങ്ങളോ കാര്യങ്ങളോ അവിടെ വരുന്നില്ല. അപ്പോൾ അങ്ങനത്തെ കുറച്ച് അഡ്വാൻറ്റേജ് കാര്യങ്ങളൊക്കെ ഇതിനകത്ത് വരുന്നുണ്ട്. ഇത്തരത്തിലുള്ള ഈ BBA ഏവിയേഷൻ ആൻഡ് ലോജിസ്റ്റിക്സ് എന്ന് പറയുന്ന കോഴ്സ് ചെയ്താൽ എവിടെയെല്ലാം ജോബുകൾ കിട്ടുമെന്ന് നമുക്ക് നോക്കാം. ഞാൻ ഓൾറെഡി നിങ്ങളോട് പറഞ്ഞു, ഈ ഒരു കോഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 2 ഓപ്പണിങ്സാണ് കിട്ടുന്നത്, 2 സെക്ടറിലായിട്ട്. അതായത് 1 ഏവിയേഷൻ സെക്ടറിലായിട്ടും 2 ലോജിസ്റ്റിക്സ് സെക്ടറിലായിട്ടും നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ഇപ്പോൾ ഏവിയേഷനിലാണ് നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് പ്രധാനമായിട്ടും എയർപോർട്ടുകളിൽ എയർലൈൻ്റെ സ്റ്റാഫായിട്ട് ഗ്രൗണ്ട് ഓപ്പറേഷനിലായിട്ടൊക്കെ കൂടുതലായിട്ട് ജോബുകൾ കിട്ടും. അതല്ല, ഇതിൻ്റെ എയർലൈറ്റൊക്കെ പോവുകയാണെങ്കിൽ അതിന് മേലിലായിട്ടുള്ള മാനേജറിയലായിട്ടുള്ള ജോബുകളിലേക്കൊക്കെ കിട്ടാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ ഈ ഏവിയേഷൻ്റെ ഇത് പഠിക്കുന്നവർക്കാണെങ്കിൽ അത് കഴിഞ്ഞുള്ള ട്രാവൽ ഏജൻസി, ടൂർ കമ്പനികൾ, ഹോട്ടൽസ്, റിസോർട്ട്സ്, അവിടുത്തെ മാർക്കറ്റിംഗ് അല്ലെങ്കിൽ അവിടുത്തെ ഓപ്പറേഷനിലായിട്ടൊക്കെ ജോബുകൾ കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഇനിയിപ്പോൾ നിങ്ങൾ ലോജിസ്റ്റിക്സ് സെക്ടറിലായിട്ടാണ് പോകുന്നതെങ്കിൽ നിങ്ങൾക്ക് പോർട്ടുകൾ, എയർപോർട്ടുകളിലെ കാർഗോ സെക്ഷൻസ്, അതുപോലെ വെയർ ഹൗസുകൾ, ഇവിടെയെല്ലാം ഇത്തരത്തിലുള്ള ഈ ഒരു കോഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജോബുകൾ കിട്ടുന്നതാണ്. ഈ ഒരു കോഴ്സ് നിലവിൽ പഠിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നത് കേരളത്തിലാണെങ്കിൽ കേരളത്തിൽ അതിനുള്ള കോഴ്സുകൾ അല്ലെങ്കിൽ അതിനുള്ള സെൻറ്റേഴ്സ് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ കേരളത്തിൻ്റെ വെളിയിലാണ് പഠിക്കാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ അവിടെയും കോളേജസും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ അത് നിങ്ങളുടെ ഇഷ്ടം എവിടെ ചൂസ് ചെയ്യണം എന്നുള്ളത്. പിന്നെ അത് ചൂസ് ചെയ്യുന്നതിന് മുമ്പ് പറ്റുമെങ്കിൽ നമ്മൾ ഇതിൻ്റെ കേരളത്തിൽ പഠിച്ചാലും അല്ല കേരളത്തിന് വെളിയിൽ പഠിച്ചാലുള്ള ഗുണങ്ങളെക്കുറിച്ചും ദോഷങ്ങളെക്കുറിച്ചും ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. നമ്മുടെ പ്ലേലിസ്റ്റിൽ അതുണ്ട്. അതൊന്ന് കണ്ടു നോക്കുകയാണെങ്കിൽ നിങ്ങൾക്കൊരു ഡിസിഷൻ എടുക്കാൻ കുറച്ചൊരു ഹെൽപ്പായിരിക്കും അത്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ BBA ഏവിയേഷൻ ആൻഡ് ലോജിസ്റ്റിക് കോഴ്സിൻ്റെ ബേസിക്കായ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. തീർച്ചയായിട്ടും ഇതിനെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ഇൻസ്റ്റഗ്രാം അതല്ലെങ്കിൽ നമ്മുടെ ഫേസ്ബുക്ക് പേജിൽ ഡൗട്ടുകൾ ചോദിക്കാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ അഡ്മിഷൻ റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഹെൽപ്പുകൾ ആവശ്യമുണ്ടെങ്കിലും അതും നമ്മൾ ചെയ്തു തരുന്നതാണ്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, നിങ്ങളൊരു പ്രൊഫഷണൽ ഡിഗ്രി പഠിക്കുന്നുണ്ട്, അതോടൊപ്പം തന്നെ ഒരു ജോബ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു ആഡ് ഓൺ കോഴ്സ് കൂടി നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് ഈ പറയുന്ന BBA ഏവിയേഷൻ ആൻഡ് ലോജിസ്റ്റിക്സ് കോഴ്സ്. അപ്പോൾ മറ്റൊരു വീഡിയോ കാണുന്നത് വരെ നമസ്കാരം.